നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാർട്ടി നടുങ്ങിത്തെറിച്ച് നിൽക്കുന്നു. തങ്ങളുടെ എല്ലാമെല്ലാമായ പിണറായി വിജയനെ കേന്ദ്രസേന വീട്ടുതടങ്കലിലാക്കിയ അവസ്ഥ. പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. തൊട്ടു പിന്നാലെ പിണറായിയിൽ നിന്നും മൊഴിയെടുത്തു. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പാർട്ടി പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച. പാർട്ടി നേതാക്കൾ പരസ്യ കലാപത്തിന് ആഹ്വാനം നൽകുന്നു. അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ KR ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ED ആക്രമിക്കാൻ. കയറിയതുപോലെ ED പുറത്തിറങ്ങരുത്. പിണറായിക്ക് വേറെ വീട് നമുക്ക് വെച്ചുകൊടുക്കാം സഖാക്കളെ. കയറിയതുപോലെ ED പുറത്തിറങ്ങരുത് എന്ന് ആഹ്വാനം ചെയ്യുന്ന പാർട്ടി നേതാക്കളും പ്രവർത്തകരും. മറുവശത്ത് പിണറായി വിജയന് നമുക്ക് വേറെ വീട് വെച്ചു കൊടുക്കാം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയൻ്റെ വീട് ബോംബ് വെച്ച് തകർക്കാനോ? അതോ കണ്ണൂരിലെ പിണറായിയിലെ വീട്ടിനുള്ളിൽ ഇപ്പോൾ കേന്ദ്രസേനയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരും മാത്രമാണുള്ളത്. അവിടെ ബോംബെറിയാനുള്ള ആഹ്വാനമാണോ ഇത്? വളഞ്ഞിട്ടടിച്ചോടൂ, പക്ഷേ സംഘപരിവാറിന് മുന്നിൽ കുമ്പിടില്ല എന്ന് മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിക്കുന്നു. അവസാന ശ്വാസം വരെയും പോരാടുമെന്നാണ് മുഹമ്മദ് റിയാസിന്റെ നിലപാട്. തിരുവനന്തപുരത്തെ വീട്ടിലാണ് പിണറായി വിജയനും വീണ വിജയനുമുള്ളത്. കോട്ടുള്ളിയിലെ വീട്ടിൽ മുഹമ്മദ് റിയാസ് ഇല്ല. CMRൽ MD ശശിധരൻ കർത്തിയുടെ വീട്ടിലും ED സംഘം ഇപ്പോൾ പരിശോധന തുടരുന്നു. റെയ്ഡ് നടക്കുന്ന കണ്ണൂരിലെ പിണറായിയുടെ വീട്ടിന് മുന്നിലും റിയാസിന്റെ വീടിന് മുന്നിലും ഇപ്പോൾ പ്രതിഷേധവുമായി CPM പ്രവർത്തകർ തടിച്ചുകൂടി. പല ഫേസ്ബുക്ക് കുറിപ്പുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ആഹ്വാനം. കേന്ദ്രസേന തോക്കുകളുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. റെയ്ഡ് കഴിഞ്ഞ് പുറത്തേക്കിറക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ സുരക്ഷ നൽകണമെന്ന് കേന്ദ്രസേനയോട് ഇപ്പോൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ED ഉദ്യോഗസ്ഥരെ കൊച്ചിയിലെ ഓഫീസിലെത്തിക്കുകയും തുടർന്ന് അവരവരുടെ വീടുകളിൽ എത്തുന്നതുവരെയും കർശന സുരക്ഷ നൽകണമെന്നാണ് ഇപ്പോൾ കേന്ദ്രസേനയ്ക്ക് നൽകിയിരിക്കുന്ന ഉത്തരവ്. റെയ്ഡ് ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായ ഒരു പത്രക്കുറിപ്പിറക്കി. പിണറായി വിജയനും കേസിൽ പ്രതിയാകും എന്ന സൂചനയാണ് ഈ പത്രക്കുറിപ്പിലുള്ളത്. പിണറായി വിജയനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബിനീഷ് കോടിയേരി അടക്കമുള്ള നേതാക്കൾ ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വീടിന് മുന്നിലെത്തിയിരുന്നു. റെയ്ഡ് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നൂറുകണക്കിന് CPM നേതാക്കളും പ്രവർത്തകരുമൊക്കെ പിണറായി വിജയന്റെ വീടിന് മുന്നിലേക്ക് ഒഴുകിയെത്തി. കേന്ദ്ര സർക്കാരിനെതിരെയും അന്വേഷണ ഏജൻസികൾക്കെതിരെയും വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ CPM പ്രവർത്തകരുടെ പ്രതിഷേധം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ വിരട്ടി ഓടിക്കുകയാണ് പാർട്ടിയുടെ തന്ത്രം. എന്നാൽ അതൊട്ടും വിലപ്പോകുന്നില്ല. കേന്ദ്ര ഏജൻസിക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ മാത്രമല്ല, ഇപ്പോൾ കേരള പോലീസും വൻ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ സുരക്ഷാ വലയം ഭേദിക്കാൻ ശ്രമിച്ചതോടെ സ്ഥലത്ത് പോലീസുമായി നേരിയ സംഘർഷം. ഉന്തും തള്ളുമായതിനെ തുടർന്ന് പാർട്ടി നേതാക്കൾ ഭയപ്പെട്ടു. തുടർന്ന് മുതിർന്ന നേതാക്കൾ നേരിട്ടെത്തി പ്രവർത്തകരെ പിടിച്ചുമാറ്റി. പിണറായി വിജയനെയോ CPMനെയോ ഇത്തരം റെയ്ഡുകൾ കാട്ടി ഭയപ്പെടുത്താനാവില്ല. പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ചുള്ള ഈ വേട്ടയാടലിന് പിന്നിൽ UDFന് പങ്കുണ്ട് എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി ഫേസ്ബുക്കിൽ കുറിച്ചു. വ്യാപക പ്രതിഷേധത്തിനാണ് ഇപ്പോൾ CPM തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രതിഷേധ പരിപാടികൾ എങ്ങനെയാവണം എന്നതിനെക്കുറിച്ചും ഇപ്പോൾ ആലോചനകൾ തുടരുന്നു. പിണറായി വിജയന്റെ വീട് കേന്ദ്രീകരിച്ച് നടക്കുന്ന റെയ്ഡുകൾ കോൺഗ്രസും BJPയും ചേർന്ന് നടത്തുന്ന ആസൂത്രിത സംയുക്ത ഓപ്പറേഷനാണ് എന്ന് P ജയരാജൻ പറഞ്ഞു. ബംഗാളും ത്രിപുരയും പോലെ കേരളത്തിലെ CPMനെ തകർക്കുകയാണ് ഇപ്പോൾ BJPയുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരള മുഖ്യമന്ത്രി VD സതീശനും ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നാണ് CPM ആരോപിക്കുന്നത്. സംഘപരിവാറിന്റെ ഒരു ഘടകമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്ത് പ്രവർത്തിക്കുന്നു. അതിന്റെ ഇരകളാണ് രാജ്യത്തെ കോൺഗ്രസ് നേതാക്കൾ. സംഘപരിവാറിനെ എതിർക്കുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഇതുപോലെ കള്ളക്കേസുകളിൽ കുടുക്കാനുള്ള ഹീനമായ ശ്രമങ്ങൾ രാജ്യത്ത് നടന്നിട്ടുണ്ട്. മതനിരപേക്ഷയുടെ തുരുത്താണ് കേരളം. സംഘപരിവാറിന് കേരളത്തെ കീഴ്പ്പെടുത്താൻ കഴിയാത്തത് ഇടതുപക്ഷമുള്ളതുകൊണ്ടാണ്. ഇടതിനെ തകർത്താൽ മാത്രമേ കേരളത്തിൽ സംഘപരിവാറിന് ആധിപത്യം ഉറപ്പിക്കാൻ കഴിയൂ. അതിനുള്ള ശ്രമങ്ങളാണിപ്പോൾ നടത്തുന്നത്. ശക്തമായ പ്രസ്താവനയുമായി P ജയരാജൻ കളം നിറഞ്ഞു. CPM നേതാക്കൾ തെരുവിലേക്ക് ഇറങ്ങി വന്ന് പിണറായി വിജയനെ രക്ഷിച്ചെടുക്കാനുള്ള സമ്മർദ്ദ തന്ത്രമാണ് പയറ്റുന്നത്. മുൻപ് പലപ്പോഴും BJPയും CPMും തമ്മിൽ ചില അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിലെത്തി പിണറായി വിജയൻ അരികിലേക്ക് എത്താതെ മടങ്ങുമ്പോഴൊക്കെ കേരളം പൊതുവെ ഉയർത്തുന്ന വിമർശനവും ഇതുതന്നെയായിരുന്നു. എന്നാൽ പിണറായി വിജയനെ സംബന്ധിച്ച് അത്ര എളുപ്പം രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു കുരുക്കല്ല ഈ മാസപ്പടി കേസ്.
കൃത്യമായ തെളിവുകളോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ റെയ്ഡുകൾ തുടരുന്നത്. കേരള രാഷ്ട്രീയത്തെ മാത്രമല്ല ഭരണ കോർപ്പറേറ്റ് മേഖലകളെയും ഒരുപോലെ പിടിച്ചുലച്ച കേസാണ് മാസപ്പടി കേസ്. ഈ കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കിയാൽ അത് കേരളത്തിലെ CPMന്റെ അന്ത്യത്തിന് അത് കാരണമാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തോറ്റമ്പി നിൽക്കുന്നു. CPMന് അതിൻ്റെ രാഷ്ട്രീയ ശക്തി മുഴുവൻ ചോർന്ന ഘട്ടമാണിത്. ഇത്തരമൊരു ഘട്ടത്തിൽ CPMനെ കടത്താക്രമിച്ച് പാർട്ടിയെ തകർക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്ന് CPM നേതാക്കൾ പറയുന്നു. ബംഗാളിനും ത്രിപുരയ്ക്കും സമാനമാണ് ഇപ്പോൾ കേരളത്തിലെ CPMന്റെ അവസ്ഥ. ആ രണ്ട് സംസ്ഥാനങ്ങളിലും CPM പ്രവർത്തകരും അണികളുമൊക്കെ കൊഴിഞ്ഞുപോയി. നേതാക്കളുടെ അഴിമതിയും നേതാക്കളുടെ പേരിൽ ഉയർന്ന ആരോപണങ്ങളുമായിരുന്നു അതിൻ്റെ കാരണം. കേരളത്തിൽ പിണറായി വിജയൻ നേരിടുന്നത് ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ ഏകാധിപത്യ ഭരണം എന്ന വിമർശനമാണ്. ജില്ലാ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും പിണറായി വിജയനെ ഇക്കാര്യത്തിൽ തുറന്നെതിർത്തു. പാർട്ടിയിൽ നിന്ന് ജനം അകന്നതിന് പിന്നിൽ പിണറായി വിജയൻ്റെയും MV ഗോവിന്ദൻ്റെയും ശൈലിയാണ് എന്ന് പാർട്ടി അണികളും നേതാക്കളുമൊക്കെ പച്ചയ്ക്ക് വിമർശിക്കുന്ന കാലഘട്ടം. കേവലം രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ബിസിനസ് ഇടപാട് എന്നതിനപ്പുറം അധികാര സ്വാധീനം ഉപയോഗിച്ച് നടത്തിയ നിയമവിരുദ്ധ പ്രതിഫല കൈമാറ്റമാണ് CMRൽ വീണയ്ക്ക് നൽകിയത് എന്ന് കൃത്യതയോടെ തെളിയിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞു. കൊച്ചി ആലുവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കരിമണൽ ഖനന കമ്പനിയാണ് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ്. വീണയുടെ ഉടമസ്ഥതയിലുള്ള IT കമ്പനിയായ എക്സാലോജിക്കിന് അനധികൃതമായി പണം CMRൽ കൈമാറുന്നതോടെയാണ് ഈ കേസിന് മറ്റൊരു മാനം കൈവരുന്നത്. IT സേവനങ്ങളൊന്നും നൽകാതെ എക്സാലോജിക്കിന് CMRൽ എന്തിന് കോടിക്കണക്കിന് രൂപ കൈമാറി. അക്കൗണ്ടിലൂടെ കൈമാറിയ തുക മാത്രമല്ല, ബാങ്കുകളിലൂടെ അല്ലാതെയും പണം കൈമാറി എന്ന വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. യാതൊരുവിധ IT സേവനങ്ങളും ലഭിക്കാതെ വീണ വിജയന്റെ എക്സാലോജിക്കിന് കരിമണൽ കർത്ത നൽകിയത് 1.72 കോടി രൂപ. പിന്നീട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി. അവരുടെ അന്വേഷണത്തിൽ ഈ തുക ഏകദേശം 2.70 കോടിയാണ് എന്ന് കണ്ടെത്തി. ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ എന്നീ തീരദേശ മേഖലകളിൽ കരിമണൽ ഖനനം നടത്തുന്നതിന് CMRൽ വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടി. എന്നാൽ ആ മേഖലയിൽ തീരദേശ സംരക്ഷണ നിയമങ്ങളും പ്രാദേശിക എതിർപ്പുകളും ശക്തം. അതുകൊണ്ട് തന്നെ അവിടെ ഖനനാനുമതി അവർക്ക് ലഭിച്ചില്ല. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ നേരിട്ട് റവന്യൂ വകുപ്പിനോട് ചില ഉത്തരവുകൾ നൽകുന്നു. കേസിനാസ്പദമായ ചില വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നത് 2019 ജനുവരി 25-ന്. ആദായ നികുതി വകുപ്പ് CMRൽ ഓഫീസുകളിലും അതിന്റെ പ്രമോട്ടർമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും വസതികളിലും നടത്തിയ റെയ്ഡുകളിൽ ചില വെളിപ്പെടുത്തലുകളും തെളിവുകളും അവർക്ക് ലഭിക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ ചെലവുകളും സ്ലെഡ്ജ് കൈകാര്യം ചെയ്യാനുള്ള ചെലവുകളും വ്യാജമായി വർദ്ധിപ്പിച്ച് കാണിച്ച് 133.82 കോടി മുതൽ 182 കോടി വരെ രൂപയുടെ നികുതി വെട്ടിപ്പ് കമ്പനി നടത്തി എന്ന കണ്ടെത്തലായിരുന്നു അതിൽ സുപ്രധാനം. നിയമവിരുദ്ധമായി സമാഹരിച്ച ഈ പണം രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും വിതരണം ചെയ്യാൻ കമ്പനി ഉപയോഗിച്ചു എന്ന കണ്ടെത്തൽ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഹിതം എത്തിയത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകളുടെ അക്കൗണ്ടിലും കയ്യിലും. ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ഇടപെടലുകളാണ് കേസിന് പിന്നീട് അതിവേഗം നൽകിയത്. പണമിടപാടുകളിൽ ഗുരുതരമായ പല കണ്ടെത്തലുകളും. എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടുകൾക്ക് ആധാരമായ സോഫ്റ്റ്വെയർ പരസ്യങ്ങളോ ആശയവിനിമയങ്ങളോ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞില്ല. ഇതിന്റെ പകർപ്പുകൾ CMRൽ ഓഫീസിൽ പോലുമില്ല. ഇതിനാധാരമായ എന്തെങ്കിലും രേഖകൾ ഹാജരാക്കാൻ CMRനോ എക്സാലോജിക്കിനോ കഴിഞ്ഞില്ല. പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് 13.4% ഓഹരി പങ്കാളിത്തമുണ്ട് CMRൽ എന്ന കമ്പനിയിൽ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അനുമതിയില്ലാതെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ഇടപാട് നടത്തിയത് അത്യന്തം ദുരൂഹം. ഇതിനെ തുടർന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം ശക്തമാക്കിയത്. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിനെ ഇതിനിടയിൽ ഷോൺ ജോർജ് സമീപിച്ചു. തുടർന്ന് 2024 ജനുവരി 31-ന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവനുസരിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടങ്ങി. ഇതിനെതിരെ എക്സാലോജിക് നിരവധി കോടതികളെ ഹർജിയുമായി സമീപിച്ചു. ആദ്യം കർണാടക ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും റിട്ട് ഹർജി തള്ളപ്പെട്ടു. 2025 ഏപ്രിൽ 3-ന് സാമ്പത്തിക കുറ്റ വിചാരണ കോടതിയിൽ സമർപ്പിച്ച 160 പേജുള്ള കുറ്റപത്രത്തിൽ വീണ 11-ാം പ്രതി. 2 സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ
പൊതുജനങ്ങൾക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നിടത്താണ് പൊതുജന പങ്കാളിത്തമുള്ള ഒരു കമ്പനിയുടെ, അതായത് KSIDCയുടെ ഓഹരി പങ്കാളിത്തമുള്ള ഒരു സ്വകാര്യ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. ചെന്നൈ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ തങ്ങളുടെ കമ്പനി യാതൊരുവിധ സേവനങ്ങളും നൽകിയിട്ടില്ല എന്ന് വീണ സമ്മതിച്ചിരുന്നു. ഇക്കാര്യം SFIO തങ്ങളുടെ രേഖകളിൽ ഉൾപ്പെടുത്തി. കേസിനെ രാഷ്ട്രീയപരമായി പ്രതിരോധിക്കുക മാത്രമാണ് ഇനി CPMന്റെ മുന്നിലുള്ള പോംവഴി. BJP സംഘപരിവാർ അജണ്ടയാണ് ഇപ്പോൾ നടക്കുന്ന റെയ്ഡുകൾക്കും അന്വേഷണങ്ങൾക്കും പിന്നിലെന്ന് കേരളത്തിലെ പാർട്ടി പ്രവർത്തകരെ പറഞ്ഞു വിശ്വസിപ്പിക്കാനുള്ള ശ്രമം. എന്നാൽ ഇത് അത്ര കണ്ട് വിജയിക്കാനിടയില്ല. ഈ അന്വേഷണത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ വലിയ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നത് BJP തന്നെയാവും. ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന്, പ്രത്യേകിച്ച് CPMൽ നിന്ന് കൊഴിയുന്ന വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുക എന്ന തന്ത്രം BJP പയറ്റിയേക്കാം. ഹൈന്ദവ വോട്ടുകളിൽ തന്നെയാണ് BJPയുടെ കണ്ണ്. അത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം. എന്നാൽ മറുവശത്ത് പിണറായി വിജയൻ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ തുലോം കുറവാണ് ഈ കേസിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.